നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. വൈദ്യുതി പോസ്റ്റുകളുടെ വാടക വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ തിരുവാഭരണ കേസ് വീണ്ടും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ സാധ്യത. ഗുരുവായൂരപ്പന്റെ തിരുവാഭരണമെന്ന് കരുതുന്ന ആഭരണം മണിക്കിണറിൽ നിന്ന് കണ്ടെടുത്തതായി ദേവസ്വം അധികൃതർ സർക്കാരിനെ അറിയിച്ചു. പശ്ചിമഘട്ട മലനിരകൾ സംരക്ഷിക്കാതെ മാനവരാശിയുടെ നിലനിൽപ്പ് സാധ്യമല്ലെന്ന് VS സുനിൽകുമാർ MLA. കർഷക സംരക്ഷണത്തിന്റെ പേരിൽ നടന്ന പല സമരങ്ങളും യഥാർത്ഥത്തിൽ കർഷകർക്ക് വേണ്ടി ആയിരുന്നില്ലെന്നും MLA. കോടന്നൂരിൽ 2 പേർ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതികൾ വലയിലായതായി സൂചന. പാവങ്ങളെ സഹായിക്കാൻ സമൂഹം മുന്നിട്ടിറങ്ങണമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ. ഉപദേശങ്ങൾ പ്രാവർത്തികമാക്കി കാര്യങ്ങൾ നടത്താനാണ് ശ്രമിക്കേണ്ടതെന്നും മന്ത്രി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വൈദ്യുതി പോസ്റ്റുകളുടെ വാടക വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തിൽ ജില്ലയിൽ നിന്നും പരമാവധി കേബിൾ TV ഓപ്പറേറ്റർമാരെ പങ്കെടുപ്പിക്കുമെന്ന് COA ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു. വൈദ്യുതി പോസ്റ്റ് നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് COAയുടെ നേതൃത്വത്തിൽ നിരന്തരമായി സമരങ്ങൾ നടത്തിയിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുന്നത്. 1993-ൽ ₹1 ഉണ്ടായിരുന്ന പോസ്റ്റ് വാടക തുടർച്ചയായി വർദ്ധിപ്പിച്ചതിനാൽ ഒരു പോസ്റ്റിന് ₹311 നൽകേണ്ട അവസ്ഥയാണ്. കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് ഇത് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നതിനാൽ കോർപ്പറേഷൻ പരിധിയിൽ പോസ്റ്റ് വാടക ₹250, മുനിസിപ്പൽ പരിധിയിൽ ₹200, ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ₹125 പുനർനിശ്ചയിക്കണമെന്നും COA ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ തിരുവാഭരണം കണ്ടെത്തിയ സാഹചര്യത്തിൽ അന്വേഷണം അവസാനിപ്പിച്ച കേസ് വീണ്ടും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ സാധ്യത. നഷ്ടപ്പെട്ട തിരുവാഭരണം കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിച്ച കേസാണ് വീണ്ടും അന്വേഷിക്കാൻ പോകുന്നത്. 1955-ൽ തിരുവാഭരണം നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയ ശേഷം ലോക്കൽ പോലീസാണ് ആദ്യം കേസ് അന്വേഷിച്ചത്. പിന്നീട് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ കൈമാറുകയായിരുന്നു. പോളിഗ്രാഫ് ടെസ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷണം നടത്തിയിട്ടും തുമ്പൊന്നും കണ്ടെത്താനായില്ല. തിരുവാഭരണം നഷ്ടപ്പെടുമ്പോൾ മേൽശാന്തിയായിരുന്ന കക്കാട് ദാമോദരൻ നമ്പൂതിരിയെയും അദ്ദേഹത്തിന്റെ 2 മക്കളെയും ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം നടത്തിയിരുന്നത്. ഇവരെയാണ് നുണ പരിശോധനയ്ക്ക് വിധേയമാക്കിയതും. ഒടുവിൽ 1996-ൽ കോടതി ഇടപെട്ടാണ് കേസ് അവസാനിപ്പിച്ചത്. എന്നാൽ മണിക്കിണർ വൃത്തിയാക്കുമ്പോൾ കണ്ടെത്തിയ ആഭരണം തിരുവാഭരണമാണെന്ന് തെളിഞ്ഞാൽ പഴയ കേസ് വീണ്ടും അന്വേഷിക്കേണ്ടി വരും. ഇപ്പോൾ കണ്ടെത്തിയ തിരുവാഭരണം കിണറ്റിൽ കൊണ്ടിട്ടതാണെങ്കിൽ അന്ന് നഷ്ടപ്പെട്ട 3 തിരുവാഭരണങ്ങളിൽ 2 എവിടെയെന്നാണ് ഭക്തർക്കിടയിൽ ചോദ്യം ഉയർന്നിട്ടുള്ളത്. കിണറ്റിൽ ഇനി ആഭരണങ്ങളുടെ അവശിഷ്ടങ്ങളൊന്നും ഇല്ലെന്ന് ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മോഷണമല്ലെങ്കിൽ പോലും ഇപ്പോൾ കണ്ടെത്തിയ ആഭരണം ആരാണ് കിണറ്റിൽ ഇട്ടതെന്ന് കണ്ടെത്തേണ്ടി വരും. ഈ സാഹചര്യത്തിൽ 20 വർഷം മുൻപ് അവസാനിപ്പിച്ച കേസ് ക്രൈംബ്രാഞ്ചിന് വീണ്ടും തുറക്കേണ്ടതായി വരും എന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. 29 വർഷം മുൻപ് നഷ്ടപ്പെട്ട ഗുരുവായൂരപ്പന്റെ തിരുവാഭരണമെന്ന് കരുതുന്ന ആഭരണം മണിക്കിണറിൽ നിന്ന് കണ്ടെടുത്തതായി ദേവസ്വം അധികൃതർ സർക്കാരിനെ അറിയിച്ചു. ദേവസ്വം സെക്രട്ടറി, ദേവസ്വം കമ്മീഷണർ എന്നിവരെയാണ് ഔദ്യോഗികമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ K മുരളീധരൻ വ്യക്തമാക്കി. കണ്ടെടുത്ത ആഭരണം അഡ്മിനിസ്ട്രേറ്ററുടെ മേൽനോട്ടത്തിൽ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ദേവസ്വത്തിന്റെ പക്കലും കോടതിയിലുമുള്ള രേഖകൾ പരിശോധിച്ച് ഇപ്പോൾ ലഭിച്ച ആഭരണം തിരുവാഭരണത്തിൽ ഉൾപ്പെട്ടതാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിന്റെ നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ പറഞ്ഞു. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ പശ്ചിമഘട്ട മലനിരകൾ സംരക്ഷിക്കാതെ മാനവരാശിയുടെ നിലനിൽപ്പ് സാധ്യമല്ലെന്ന് VS സുനിൽകുമാർ MLA പറഞ്ഞു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പരിപൂർണമായി തള്ളിക്കളയണമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞിട്ടില്ല. വനത്തെക്കുറിച്ചും വനം സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചുമുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വരേണ്ട കാലഘട്ടമാണിത്. ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളെ തുടർന്ന് കർഷക സംരക്ഷണത്തിന്റെ പേരിൽ നടന്ന പല സമരങ്ങളും യഥാർത്ഥത്തിൽ കർഷകർക്ക് വേണ്ടിയായിരുന്നില്ല. ഇടത് വലത് സർക്കാരുകൾ അധികാരത്തിൽ വരുമ്പോൾ പല നയങ്ങളും രൂപീകരിക്കാറുണ്ടെങ്കിലും വനസംരക്ഷണത്തിന്റെ കാര്യത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ പൊതുനയം രൂപീകരിച്ച് വനസംരക്ഷണം ശക്തമാക്കണം.
ഇക്കാര്യത്തിൽ വനപാലകർക്ക് വളരെയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും MLA പറഞ്ഞു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P. വിനോദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MB ബേബി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി GP സുനിൽകുമാർ, KS വിനോദ്, N ശ്രീകുമാർ, MP ജേക്കബ്, PO അപ്പച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ അവാർഡുകൾ നേടിയവർക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. കോടന്നൂരിൽ 2 പേർ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളെന്ന് സംശയിക്കുന്ന പെയിന്റിംഗ് തൊഴിലാളികളായ പ്രദീപ്, സുരേഷ് എന്നിവരെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30യോടെയാണ് കോടന്നൂർ സെന്ററിലെ ചായക്കടയിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് ആക്രമണം ഉണ്ടായത്. നിരവധി കേസുകളിൽ പ്രതികളായ അയ്യപ്പ ദാസ്, ഉണ്ട രാജേഷ് എന്നിവരാണ് ആക്രമണത്തിൽ വെട്ടേറ്റ് മരിച്ചത്. വെട്ടേറ്റ പുല്ലൻ സിജോ കൂർക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം പ്രതികൾ പോലീസ് വലയിലായതായി സൂചനയുണ്ട്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി PC വർഗീസ്, CIC സുന്ദരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. ഇരട്ട കൊലപാതകം നടന്ന സ്ഥലം റൂറൽ SP N വിജയകുമാർ സന്ദർശിച്ചു. കൊലപാതകം നടന്ന സ്ഥലത്ത് കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം കൊല്ലപ്പെട്ട കോടന്നൂർ സ്വദേശികളായ അയ്യപ്പദാസ്, രാജേഷ് എന്നിവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശനിയാഴ്ച സംസ്കരിച്ചു. പാവങ്ങളെ സഹായിക്കാൻ സമൂഹം ഒന്നടങ്കം മുന്നിട്ടിറങ്ങണമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ പറഞ്ഞു. മാർ ജോസഫ് കുണ്ടുകുളം അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർ ജോസഫ് കുണ്ടുകുളം 16ാം ചരമവാർഷിക അനുസ്മരണം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പാവങ്ങളെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയ അമാനുഷിക ഈശ്വര വിശ്വാസിയായിരുന്നു മാർ കുണ്ടുകുളം. ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണെന്നും എന്നാൽ അത് പ്രാവർത്തികമാക്കി കാര്യങ്ങൾ നടത്താനാണ് ശ്രമിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. മേയർ രാജൻ ചെപ്പല്ലൻ അധ്യക്ഷനായിരുന്നു. തേറമ്പിൽ രാമകൃഷ്ണൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ വർഗീസ് പാലത്തിങ്കൽ, സിസ്റ്റർ റോസി പടിയത്ത്, ജോസഫ് ചാലിശ്ശേരി എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകരയിൽ ബൈക്കിടിച്ച് സിനിമാ സീരിയൽ താരം മരിച്ചു. 68 വയസ്സുള്ള ഇയാനി ദേവ് എന്ന രാമദേവനാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയായിരുന്നു സംഭവം. നാടകരംഗത്ത് നിറസാന്നിധ്യമായ ഇയാനി ദേവ് ചെത്തിപ്പൂത്ത ചെമ്പകം, ബറാബാസ് തുടങ്ങിയ നാടകങ്ങളിലും കായംകുളം, കൊച്ചുണ്ണി, വീണപൂവ് തുടങ്ങിയ സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. നാഷണൽ അസോസിയേഷൻ മലയാളം ആർട്സ് നന്മയുടെ വൈസ് പ്രസിഡന്റാണ്. നന്മയുടെ നാട്ടിക മേഖല ഈ വർഷം അവതരിപ്പിച്ച അന്ധേരി നഗരി ചൌപ്പട്ട് രാജ എന്ന നാടകത്തിലാണ് ഇയാനി ദേവ് അവസാനമായി അഭിനയിച്ചത്. റേഡിയോ നാടകരംഗത്തും ഇയാനി ദേവ് സജീവ സാന്നിധ്യമായിരുന്നു. സംസ്കാരം ഞായറാഴ്ച പെരിങ്ങോട്ടുകരയിലെ വസതിയിൽ നടക്കും. ഇടവേള. വാർത്തകൾ തുടരുന്നു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് തൃശ്ശിവപേരൂർ സത്സംഗിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ പൂരവും മതസൌഹാർദ്ദവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. തൃശൂർ ശക്തനഗർ മാൾ ഓഫ് ജോയിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്രതാരം പത്മശ്രീ ജയറാം സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പൂരങ്ങൾ എന്നും ആവേശമായ തനിക്ക് ഇരഞ്ഞിത്തറ മേളത്തിൽ മേളക്കാരനായി എത്തണമെന്നത് ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഇനിയുള്ള വർഷങ്ങളിൽ മേളക്കാരനായി പൂരപ്പറമ്പിൽ ഉണ്ടാകാൻ സാധിക്കുമെന്ന വിശ്വാസവും തനിക്കുണ്ട്. തന്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ അല്പം വൈകിയാലും സാധ്യമാകാറുണ്ട് എന്നതിനാൽ ഇക്കാര്യത്തിലും തനിക്ക് ശുഭപ്രതീക്ഷയാണുള്ളതെന്നും ജയറാം പറഞ്ഞു. സത്സംഗ് രക്ഷാധികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. KV അബ്ദുൽ ഖാദർ MLA, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് K മനോഹരൻ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ M മാധവൻകുട്ടി, സെക്രട്ടറി C വിജയൻ, ജോയ് ആലുക്കാസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ജോയ് ആലുക്കാസ്, ചലച്ചിത്ര താരം ജയരാജ് വാര്യർ, ഫാദർ സുനിൽ ചിരിയങ്കണ്ടത്ത്, സത്സംഗ് കോർഡിനേറ്റർ ഫോളി തോമസ് എന്നിവർ പങ്കെടുത്തു. ചലച്ചിത്ര പിന്നണി ഗായകൻ ഡോക്ടർ പ്രദീപ് ചന്ദ്രകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. തീരദേശ സംരക്ഷണ നിയമം മൂലം തീരദേശവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് തൃശൂർ ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ഭൂമി നികത്തൽ കർശനമായി തടയണമെന്നും മുളങ്ങുന്നത്കാവ് മെഡിക്കൽ കോളേജിൽ ശുചീകരണ വിഭാഗം ജീവനക്കാരെ നിയമിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കളക്ടർ MS ജയ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂരിൽ ഷോപ്പിംഗിന്റെ പൂരമൊരുക്കിയ മാൾ ഓഫ് ജോയിയിലെ ആലുക്കാസ് മണി എക്സ്ചേഞ്ചിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു. ജോയ് ആലുക്കാസ് മണി എക്സ്ചേഞ്ച് ബ്രാൻഡ് അംബാസഡർ കൂടിയായ ചലച്ചിത്രതാരം പത്മശ്രീ ജയറാം മണി എക്സ്ചേഞ്ചിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. മാൾ ഓഫ് ജോയ് സംഘടിപ്പിച്ചിട്ടുള്ള ലക്കി ഡ്രോ നറുക്കെടുപ്പിലെ ഈ ആഴ്ചയിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ഇതോടൊപ്പം ജയറാം നിർവഹിച്ചു. KV അബ്ദുൽ ഖാദർ MLA, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ, ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ജോയ് ആലുക്കാസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ PP ജോസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
പൂരനഗരിയിൽ ഷോപ്പിംഗിൽ പുതുതരംഗമായി മാറിയ മാൾ ഓഫ് ജോയിൽ നിന്ന് നിശ്ചിത തുകയ്ക്ക് മുകളിൽ പർച്ചേസിംഗ് നടത്തുന്ന ഉപഭോക്താക്കളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ഓരോ ആഴ്ചയും ജോയ് ആലുക്കാസ് ബ്രാൻഡ് അംബാസിഡർമാരായ ചലച്ചിത്ര താരങ്ങളാണ് ഭാഗ്യശാലികളായ വിജയികളെ കണ്ടെത്തുന്നത്. ലക്കി ഡ്രോ വിജയികൾക്ക് ഡയമണ്ട് നെക്ലസ്, ഡയമണ്ട് റിംഗ്, LCD TV തുടങ്ങി ആകർഷകങ്ങളായ നിരവധി സമ്മാനങ്ങൾ താരങ്ങളിൽ നിന്ന് നേരിട്ട് ഏറ്റുവാങ്ങാനുള്ള അവസരവും മാൾ ഓഫ് ജോയ് ഒരുക്കിയിട്ടുണ്ട്. ഷോപ്പിംഗ് ഉത്സവത്തോടനുബന്ധിച്ച് ജയറാമിന് പുറമെ ജോയ് ആലുക്കാസ് ബ്രാൻഡ് അംബാസിഡർമാരായ വിദ്യാ ബാലൻ, സുരേഷ് ഗോപി എന്നിവർ ഇതിനോടകം മാൾ ഓഫ് ജോയ് സന്ദർശിച്ചു. വരുന്ന ആഴ്ചകളിൽ തെന്നിന്ത്യൻ താരങ്ങളായ സുദീപ്, മാധവൻ, അല്ലു അർജുൻ എന്നിവരും ശക്തൻ നഗറിലെ മാൾ ഓഫ് ജോയ് സന്ദർശിക്കാനെത്തും. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഹിന്ദു നേതൃത്വ സമ്മേളനം തൃശൂരിൽ നടന്നു. അമൃതാനന്ദമയി മഠത്തിലെ സ്വാമി പ്രണവ അമൃതാനന്ദ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി അധ്യക്ഷ KP ശശികല അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറിമാരായ കുമ്മനം രാജശേഖരൻ, VR സത്യവാൻ, RV ബാബു, ES ബിജു തുടങ്ങിയവർ സംസാരിച്ചു. കല്യാൺ സിൽക്സ് 1 crore വെഡ്ഡിംഗ് സെലിബ്രേഷന്റെ ഭാഗമായുള്ള 1.5 കോടി രൂപയുടെ സമ്മാന പദ്ധതിയുടെ 3ാം ഘട്ട നറുക്കെടുപ്പ് നടന്നു. കല്യാൺ സിൽക്സ് കോഴിക്കോട് ഷോറൂമിൽ നടന്ന നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായ ടയോട്ട ലിവ കാർ തൃശൂർ സ്വദേശി കിരണിനാണ് ലഭിച്ചത്. 7 ഹോണ്ട ബൈക്ക്, 7 TV, 7 റെഫ്രിജറേറ്റർ, 5 വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങളുടെ നറുക്കെടുപ്പാണ് നടന്നത്. മന്ത്രി MK മുനീർ, കോഴിക്കോട് മേയർ AK പ്രേമജം, പ്രദീപ് കുമാർ MLA, PB ചന്ദ്രൻ, കല്യാൺ സിൽക്സ് കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഡെയിലി പ്രൈസ്, വീക്ക്ലി പ്രൈസ്, ബമ്പർ പ്രൈസ് എന്നിങ്ങനെയുള്ളതാണ് സമ്മാന പദ്ധതി. 1.5 കോടി സമ്മാന പദ്ധതിയുടെ ഭാഗമായി വൻ തിരക്കാണ് കല്യാൺ സിൽക്സിൽ അനുഭവപ്പെടുന്നത്. ഇനി പൂരവിശേഷങ്ങൾ. തൃശൂർ പൂരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വാദ് B2B ആട്ട. കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. എയ്സ് കമ്പ്യൂട്ടേഴ്സ്. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്, ഭീമ ജ്വല്ലേഴ്സ്. മംഗല്യ സുരക്ഷ, സ്വർണ്ണ സ്വപ്നങ്ങൾ സത്യമാക്കൂ. ന്യൂ ഇയർ കുറീസ്, ഏത് പ്രാർത്ഥനയും ഫലിക്കും. സങ്കൽപ് ബ്രൈഡൽ കളക്ഷൻസ് ഫ്രം കല്യാൺ ജ്വല്ലേഴ്സ്. ആദ്യം ഓർമ്മപൂരം. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളികളിൽ ഒരാളായ തിരുവമ്പാടി ഭഗവതിയുടെ മഠത്തിൽ വരവ് പ്രസിദ്ധമാണ്. എക്കാലത്തും പൂരപ്രേമികളുടെ ഓർമ്മയിൽ നിറയുന്ന മഠത്തിൽ വരവിന്റെ ഐതിഹ്യ പെരുമയിലേക്ക്. പഞ്ചവാദ്യ പെരുമഴ പൊഴിയുന്ന മഠത്തിൽ വരവ് എക്കാലത്തെയും പൂരപ്രേമികളിൽ ആവേശം വാരി വിതറുന്ന എഴുന്നള്ളത്താണ്. തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പൂരനഗരിയിലെത്തുന്ന പുരുഷാരത്തിന് പലകുറി പഞ്ചവാദ്യത്തിന്റെ പഞ്ചാമൃതം പകർന്നു നൽകിയിട്ടുണ്ട്. ഒട്ടേറെ പ്രത്യേകതകളുള്ള തിരുവമ്പാടി ഭഗവതിയുടെ മഠത്തിൽ വരവിനെ കുറിച്ചുള്ള ഐതിഹ്യം ഇന്നത്തെ ഓർമ്മപൂരത്തിൽ അനുസ്മരിക്കുകയാണ്. തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങൾ വാശിയോടെയാണ് പൂരത്തിൽ പങ്കെടുത്തിരുന്നത്. പൊതുവെ ധനാഢ്യർ പാറമേക്കാവ് വിഭാഗക്കാരായിരുന്നു. ഒരിക്കൽ തിരുവമ്പാടി വിഭാഗക്കാർ ഒരു തീരുമാനമെടുത്തു. ആനയുടെ തലേക്കെട്ട് സ്വർണം പൂശുക. തിരുവമ്പാടി, പാറമേക്കാവ് ഭഗവതിമാർ കൂടിക്കാഴ്ച നടത്തുമ്പോൾ അണിനിരക്കുന്ന 15 ആനകളിൽ 3 എണ്ണത്തിന് സ്വർണ്ണത്തലേക്കെട്ട് കെട്ടണം. അതായിരിക്കണം ചേതോഹരമായ കാഴ്ച. തിരുവമ്പാടിക്കാർ നടുവിൽ മഠത്തിലുള്ള 3 സ്വർണ്ണത്തലേക്കെട്ടുകളാണ് മനസ്സിൽ കണ്ടത്. നടുവിൽ മഠം സ്വാമിയാരെ ചെന്നുകണ്ട് വിവരം ബോധിപ്പിച്ചു. പക്ഷേ സ്വാമിയാർക്ക് ഒരു മടി. ഇത്ര വിലപിടിപ്പുള്ള വസ്തു 1.5 ദിവസം കൈവിടുക പന്തിയാണോ? അദ്ദേഹം ഒരു പോംവഴി നിശ്ചയിച്ചു. ഉച്ചതിരിഞ്ഞ് നടക്കുന്ന ഭഗവതിമാരുടെ കൂടിക്കാഴ്ചയ്ക്ക് സ്വർണ്ണത്തലേക്കെട്ട് വിട്ടുതരാം. തിരുവമ്പാടിയുടെ പൂരം ആദ്യം മഠത്തിലേക്ക് എഴുന്നള്ളട്ടെ. രാത്രിയിലെയും പിറ്റേ ദിവസത്തെ പൂരത്തിനും സാധാരണ തലേക്കെട്ട് മതിയെന്നു വെക്കാം. അങ്ങനെ പോരെയെന്ന് സ്വാമിയാർ ചോദിച്ചു. തിരുവമ്പാടിക്കാർക്ക് സന്തോഷമായി. ഇക്കാര്യം തട്ടകക്കാർ പരമരഹസ്യമായി വെച്ചു. അങ്ങനെ തെക്കോട്ടിറക്കത്തിനും മഠത്തിൽ വരവിനും സ്വർണ്ണത്തലേക്കെട്ടോടെ തിരുവമ്പാടിയിലെ 3 ആനകൾ തലയുയർത്തി നിന്നു. അന്നു മുതലാണ് മഠത്തിൽ വരവിന് തുടക്കമായത്. സ്വർണ്ണത്തലേക്കെട്ട് പിന്നീട് ഇല്ലാതായെങ്കിലും ആചാരത്തിന് മാറ്റമുണ്ടായിട്ടില്ല. സ്വർണ്ണത്തലേക്കെട്ടിന് പകരം സ്വർണ്ണക്കുടയാണ് നൽകിയതെന്ന ഐതിഹ്യവുമുണ്ട്. പഞ്ചവാദ്യത്തിന് ആധുനിക രൂപം കൈവന്നത് മഠത്തിൽ വരവിലൂടെയാണെന്ന് പറയപ്പെടുന്നു. പണ്ട് കഴുത്തിൽ കെട്ടി മദ്ദളം കൊട്ടിയിടുന്ന പതിവിന്
മാറ്റം വരുത്തി അരയിൽ കെട്ടാൻ തുടങ്ങിയത് മടത്തിൽ വരവിലൂടെ തിരുവില്ലുവാമല വെങ്കിച്ചൻ സ്വാമിയാണത്രേ. മേളപ്രമാണി അന്നമനട പരമേശ്വരന്മാരാരുടെ വിരലിലൂടെ പൊഴിയുന്ന പഞ്ചവാദ്യ ലഹരിയിലമർന്ന് രാജകീയ പ്രൗഢിയോടെ തിരുവമ്പാടി ഭഗവതി എഴുന്നള്ളുമ്പോൾ പൂരാവേശം വാനോളമുയരും. ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും ഒട്ടും മങ്ങലേൽപ്പിക്കാതെയാണ് ഇക്കുറിയും മടത്തിൽ വരവ് കൊട്ടിക്കയറുക. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. എന്റെ പൂരം. എന്റെ പൂരത്തിൽ നടൻ ജയറാം. പൂരം കണ്ടറിയണം കൊണ്ടറിയണം എന്നാണ് പറയുക. പൂരത്തെക്കുറിച്ച് നമുക്ക് പറയാൻ 1000 നാവുകളാണ്. കാരണം ജീവിതത്തിൽ ഇത് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഒരു വർഷമല്ല, ഒരുപാട് വർഷങ്ങൾ. സാമ്പിൾ വെടിക്കെട്ടിന്റെ അന്ന് തൊട്ട്, അല്ലെങ്കിൽ ചമയപ്രദർശനത്തിന്റെ ആ സമയം തൊട്ട്, അല്ലെങ്കിൽ 15-30 ആനകൾ തലേ ദിവസം വന്ന് നിരക്കുന്ന വിവേകോദയം സ്കൂളിനകത്തോ അല്ലെങ്കിൽ തിരുവമ്പാടി ദേവസ്ഥന്റെ അവിടെയോ, അതുമുതൽ അതിനടുത്ത ദിവസം രാവിലെ തുടങ്ങുന്ന മടത്തിൽ ഒരു പഞ്ചവാദ്യം തൊട്ടോ, പകൽപൂരം തൊട്ടോ, തെക്കോട്ടിറക്കം തൊട്ടോ, അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞുള്ള വെടിക്കെട്ട് കൊണ്ടോ, അല്ലെങ്കിൽ അതിന് അടുത്ത ദിവസം പകൽപൂരം കൊണ്ടോ, ഇതൊന്നും മറ്റൊരാൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. പൂരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെണ്ടക്കാരനായി നിൽക്കാൻ കഴിയണം എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. അതെന്തെങ്കിലും സാധിക്കുമെന്നുള്ള ഒരാഗ്രഹം എപ്പോഴും മനസ്സിൽ. തൃശൂർ പൂരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വാദ് B2B ആട്ട. കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. എയ്സ് കമ്പ്യൂട്ടേഴ്സ്. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്, ഭീമ ജ്വല്ലേഴ്സ്. മംഗല്യ സുരക്ഷ, സ്വർണ്ണ സ്വപ്നങ്ങൾ സത്യമാക്കൂ. ന്യൂ ഇയർ കുറീസ്, ഏതു പ്രാർത്ഥനയും ഫലിക്കും. സങ്കൽപ് ബ്രൈഡൽ കളക്ഷൻസ് ഫ്രം കല്യാൺ ജ്വല്ലേഴ്സ്. ഇടവേള. വാർത്തയിലേക്ക്. UK-യിലെ ലങ്കാസ്റ്ററിൽ 15,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡ്രൈവ് നടത്തിയ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചെറുമനിന് തൃശൂർ പൗരാവലി സ്വീകരണം നൽകി. തൃശൂർ കാൽഡിയൻ സിറിയൻ സ്കൂളിൽ നടന്ന സ്വീകരണ ചടങ്ങ് മേയർ രാജൻ ചെപ്പല്ലൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് താറമ്പിൽ രാമകൃഷ്ണൻ MLA ഉപഹാര സമർപ്പണം നടത്തി. സ്വാഗത സംഘം ചെയർമാൻ K രാധാകൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പൽ അബി പോൾ, NI വർഗീസ്, TA അബൂബക്കർ, ഡേവിസ് കണ്ണനാക്കിയാൽ തുടങ്ങിയവർ സംസാരിച്ചു. കിഡ്നി രോഗികളെ സഹായിക്കുന്ന UK-യിലെ കിഡ്നി ഫോർ ലൈഫ് സംഘടനയുടെ ധനശേഖരണാർത്ഥമാണ് ഫാദർ ഡേവിസ് ചെറമൽ സ്കൈ ഡ്രൈവ് ചെയ്തത്. തൃശൂർ മൃഗശാലയിലേക്ക് പാമ്പുകളുടെ തോഴൻ എത്തി. പാമ്പുകൾ ചീറ്റിയും ഇടഞ്ഞും പ്രകടനം പുറത്തിറക്കിയപ്പോൾ കാണികൾ ആകാംക്ഷയുടെ മുൾമുനയിലായി. കേരളത്തിലെ പാമ്പുകളെപ്പറ്റി കൂടുതൽ അറിയുന്നതിനും അവയെ സംരക്ഷിച്ച് ജൈവവൈവിധ്യം നിലനിർത്തുന്നതിനുമായി തൃശൂർ മൃഗശാല സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ്. പാമ്പുകളെ പരിചയപ്പെടുത്താനും ക്ലാസ് നയിക്കുന്നതിനുമായി എത്തിയതോ പാമ്പുകളുടെ തോഴൻ എന്നറിയപ്പെടുന്ന വാവാ സുരേഷും. കണ്ടുനിന്നവരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമെല്ലാം സുരേഷ് മറുപടി നൽകി. പാമ്പിനെക്കുറിച്ച് കേൾക്കുന്നതും പൂർവികർ പറയുന്നതുമെല്ലാം പാഴ്ക്കഥകളും കെട്ടുകഥകളുമാണെന്നാണ് വാവാ സുരേഷിന്റെ വാദം. രാജവെമ്പാല, അണലി, മൂർഖൻ, കരിമൂർഖൻ തുടങ്ങിയ പാമ്പുകൾക്കാണ് കൂടുതൽ വിഷമുള്ളത്. എങ്കിലും പാമ്പുകൾ അപകടകാരിയല്ലെന്നാണ് വാവാ സുരേഷ് പറയുന്നത്. അതിനൊരു തെളിവായി 2012 വാഹനാപകടങ്ങളിൽ 41,036 പേർ മരിച്ചപ്പോൾ പാമ്പുകടിയേറ്റ് 51 പേർ മാത്രമാണ് മരിച്ചതെന്ന് ഈ പാമ്പു വിദഗ്ധൻ ചൂണ്ടിക്കാട്ടുന്നു. കീരിയും പാമ്പും തമ്മിലുള്ള ശത്രുത ശരിയല്ലെന്നും പാമ്പുകൾ പിന്തുടർന്ന് കടിക്കില്ലെന്നും സുരേഷ് വാദിക്കുന്നു. ആദ്യം 2 തരം കാട്ടുപാമ്പുകളെയാണ് സുരേഷ് പരിചയപ്പെടുത്തിയത്. കാട്ടുപാമ്പ് അപകടകാരിയല്ലെന്നും കടിച്ചാൽ വിഷമില്ലെന്നും പറഞ്ഞതോടെയും മൃഗശാല സൂപ്രണ്ട് അനിൽകുമാർ പാമ്പിനെ കഴുത്തിൽ ഇട്ടതോടെയും പേടിച്ചു നിന്നവർ പോലും പാമ്പിനെ തൊട്ടുനോക്കാൻ എത്തി. പിന്നീട് പരിചയപ്പെടുത്തിയ പൂഴിമണലിയെയും കുട്ടിമൂർഖനെയും കൗതുകത്തോടെയും ആകാംക്ഷയോടെയും കണ്ടും തൊട്ടും നിന്നവർ പോലും വലിയ മൂർഖനെ പുറത്തെടുത്തതോടെ പേടിച്ച് പിന്മാറി. വാവാ സുരേഷിന്റെ അത്ര തന്നെ നീളമുള്ള വലിയ മൂർഖൻ അദ്ദേഹത്തിന്റെ കൈകളിൽ കിടന്നും കളിച്ചും മൈക്കിൽ കൊത്തിയും ചീറ്റിയുമെല്ലാം പ്രകടനം പുറത്തെടുത്തപ്പോൾ കണ്ടുനിന്നവരുടെ മുഖത്ത് പല ഭാവപ്രകടനങ്ങളും മിന്നിമറഞ്ഞു.
സ്നേക്ക് സ്റ്റിക്ക് ഉപയോഗിച്ച് പാമ്പിനെ പിടിക്കുന്നത് കാണിക്കുന്നതിനായി മൂർഖനെ നിലത്തിട്ടപ്പോൾ ചുറ്റും കൂടിയവരെല്ലാം പരിഭ്രമിച്ച് പിന്മാറി. പിന്നെ പാമ്പിനെ ചാക്കിലാക്കിയപ്പോഴാണ് കണ്ടുനിന്നവരുടെ ശ്വാസം നേരെ വീണത്. മലമ്പാമ്പിനെ കഴുത്തിലിട്ട് കാണികളുടെ ഇടയിലേക്ക് വാവാ സുരേഷ് ഇറങ്ങിച്ചെന്നപ്പോൾ തൊടാൻ ആദ്യം ചിലർ മടിച്ചെങ്കിലും ചില സ്ത്രീകളും കുട്ടികളും ധൈര്യസമേതം അടുത്തെത്തി. ഇതുവരെ 35,000 പാമ്പുകളെ പിടിച്ച വാവാ സുരേഷിന് 3000-ലേറെ തവണ പാമ്പുകളിൽ നിന്ന് കടിയും ഏറ്റിട്ടുണ്ട്. 530 തവണ പാമ്പിൻ വിഷം അകത്താക്കിയിട്ടുള്ള സുരേഷ് 531ാമത്തെ തവണയായി അണലിയുടെ വിഷം എടുത്ത് കാണികൾക്ക് മുന്നിൽ നിന്ന് തന്നെ കുടിച്ച് കാണിച്ചു. പാമ്പിൻ വിഷത്തിന് കയ്പാണെന്നും എന്നാൽ തനിക്ക് കുഴപ്പമില്ലെന്നും ഉറക്കമില്ലായ്മ ഉണ്ടായിട്ടും യാതൊരു ക്ഷീണവുമില്ലെന്നും സുരേഷ് വ്യക്തമാക്കി. പാമ്പു വിദഗ്ധൻ എൽത്തുരുത്ത് സേവ്യറും സ്ഥലത്തെത്തിയിരുന്നു. TCV ന്യൂസ്, തൃശൂർ. ലാവിഷ് ഇലക്ട്രിക്കൽസ് ആൻഡ് സാനിറ്ററീസ് ഉടമ TL ഔസേപ്പിനെ മാർ ജോസഫ് കുണ്ടുകുളം അനുസ്മരണ സമ്മേളനത്തിൽ സേവനമിത്ര പുരസ്കാരം നൽകി ആദരിച്ചു. റോസി മേച്ചേരി, PM തോമസ് എന്നിവർക്കും പുരസ്കാരം നൽകി. സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ പുരസ്കാരദാനം നിർവഹിച്ചു. ജോൺ 23-ാമൻ, ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പമാരുടെ വിശുദ്ധ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് തൃശൂർ അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ യുവജന വിളംബര ജാഥ സംഘടിപ്പിച്ചു. ശക്തിനഗറിലെ പേപ്പൽ ടവറിൽ നടന്ന ചടങ്ങിൽ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, മേയർ രാജൻ ജെ പല്ലൻ എന്നിവർ സമാധാനത്തിന്റെ പ്രതീകമായി വെള്ളരിപ്രാവുകളെ പറത്തി ജാഥയ്ക്ക് തുടക്കം കുറിച്ചു. പേപ്പൽ പതാകയുടെയും പേപ്പൽ ഛായാചിത്രങ്ങളുടെ കൈമാറ്റവും ചടങ്ങിൽ നടന്നു. തുടർന്ന് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ 1986-ൽ തൃശൂരിൽ എത്തിയപ്പോൾ പ്രസംഗ വേദിയിൽ ഉപയോഗിച്ച കുരിശും വഹിച്ച് നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ വിളംബര വാഹന ജാഥ നടന്നു. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോർജ് എടക്കളത്തൂർ, KCYM പ്രസിഡന്റ് ആൻഡോ തുറയൻ, CLC പ്രസിഡന്റ് ഡിൽജോ തരകൻ, ഫിബിൻ കല്ലൂർ എന്നിവർ പങ്കെടുത്തു. പേപ്പൽ ടവറിൽ നിന്ന് ആരംഭിച്ച ജാഥ നഗരം ചുറ്റി തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ സമാപിച്ചു. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയരുമ്പോൾ മാർപ്പാപ്പയുടെ പാദസ്പർശത്താൽ ധന്യമായ സാംസ്കാരിക നഗരിയുടെ ഓർമ്മകൾ 26 വർഷം പുറകോട്ട് സഞ്ചരിക്കുകയാണ്. സമാധാന ദൂതന്റെ തൃശൂർ സന്ദർശനം പൂരങ്ങളുടെ നാടിന്റെ ചരിത്രത്തിലെ നിർണായക മുഹൂർത്തം കൂടിയായിരുന്നു. ജോൺ പോൾ 2-ാമനും ജോൺ 23-ാമനും വിശുദ്ധ പദവിയിലേക്ക് ഉയരുന്ന തിരുക്കർമ്മങ്ങൾക്ക് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരം സാക്ഷ്യം വഹിക്കുമ്പോൾ അത് പൂരനഗരിയെ പുളകം കൊള്ളിക്കുന്ന മുഹൂർത്തമാണ്. 1986 ഫെബ്രുവരി 7-ന് പേപ്പൽ പതാകകളുമേന്തി വിവായിൽ പാപ്പ എന്ന സ്വാഗത മന്ത്രവുമായി പൂരനഗരിയിൽ തടിച്ചുകൂടിയ ജനതയുടെ ഓർമ്മകളിൽ പച്ചകുത്തിയ അനുഭവമായിരുന്നു അത്. ചതുപ്പുനിലമായിരുന്ന ശക്തൻ നഗർ നികത്തിയെടുത്ത് പാപ്പായ്ക്ക് വേദിയൊരുക്കിയത്. ഭൂഗോളം പകുത്തതുപോലെ തൂവെള്ള നിറത്തിലുള്ള റോസ് ഡ്രം എന്ന വേദി മെനഞ്ഞത്. ചേറൂരിൽ ഹെലികോപ്റ്ററിലെത്തിയ പാപ്പ തുറന്ന വാഹനമായ പാപ്പ മൊബൈലിൽ നിന്നുകൊണ്ട് വഴിയരികിൽ തടിച്ചുകൂടിയ തൃശൂർ ജനതയെ അഭിവാദ്യം ചെയ്തത്. ശക്തൻ നഗറിലെ ജനസഞ്ചയത്തിനായി മലയാളം ഉച്ചരിച്ചത്. സമ്മാനമായി നൽകിയ ഗജരാജശില്പം കണ്ട് ജീവനുള്ള ഒന്നിനെ കിട്ടുമോ എന്ന് തമാശ പറഞ്ഞത്. മതസൗഹാർദ്ദത്തിന്റെ നാട്ടിൽ ദേവസ്വങ്ങൾ ഒരുക്കിയ പൂരം കണ്ട് തന്റെ വാഹനം നിർത്തി അത് ആസ്വദിച്ചത്. അങ്ങനെ പറഞ്ഞാലും തീരാത്തത്ര ഓർമ്മകൾ പൂരനഗരി നെഞ്ചേറ്റിയിട്ടുണ്ട്. Dej vás nechám, Hanukáví čáry, junáte, Kudumbám gálím dánen, Pijana kale, Ninga, Orikalu, Máte růte. ബിഷപ്പ് മാർ ജോസഫ് കുണ്ടുകുളവും അന്നത്തെ മുഖ്യമന്ത്രി K കരുണാകരനും ഇപ്പോൾ അഡ്വക്കേറ്റ് ജനറലായ അന്നത്തെ കളക്ടർ വിനോദ് റായിയുമെല്ലാമായിരുന്നു അത്തരമൊരു ബൃഹത്തായ ഉദ്യമത്തിന് ചുക്കാൻ പിടിച്ചത്. മാർപ്പാപ്പയുടെ സന്ദർശനത്തിൽ നാനാജാതി മതസ്ഥർ ഒരേ മനസ്സോടെ പങ്കുചേർന്നതും പാറമേക്കാവ് തിരുമ്പാടി ദേവസ്വങ്ങൾ കത്തോലിക്ക സഭയുടെ മഹാ ഇടയനുവേണ്ടി പൂരമൊരുക്കിയതുമെല്ലാം തൃശൂരിന്റെ മതസൗഹാർദ്ദ പതിവുകൾക്ക് പുതിയ മാനം നൽകുന്നതായിരുന്നുവെന്ന് ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് സാലപ്പാട്ട് അനുസ്മരിക്കുന്നു. പാറമേക്കാവ് ദേവസ്വത്തിന്റെ മുമ്പിൽ 15 ആനപ്പൂരം ദേവസ്വങ്ങൾ ചേർന്ന് ഒരുക്കിയിരുന്നു. മാർപ്പാപ്പ ഇതിൽ വളരെ ആകൃഷ്ടനായി അവിടെ തന്റെ വാഹനം നിർത്തി ഈ പൂരം വളരെയധികം സന്തോഷത്തോടെ വീക്ഷിക്കുകയുണ്ടായി. മാർപ്പാപ്പയ്ക്ക് ഒരു ആനയുടെ തേക്കിൽ തീർത്ത ശില്പം സമ്മാനിക്കുകയുണ്ടായി. വൈ നോട്ട് എ ലൈവ് വൺ
എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ സ്വീകരിച്ചത്. വാസ്തവം പറഞ്ഞാൽ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വലിയ വാതായനമാണ് പരിശുദ്ധ പിതാവ് അന്ന് ആരംഭിച്ചത്. തൃശൂരിന്റെ മതസൗഹാർദ്ദ കൂട്ടായ്മകളുടെ പിന്തുടർച്ചയ്ക്ക് അസ്ഥിവാരമിട്ടതിനും തൃശൂരിന്റെ വികസനത്തിന് പുതിയ മുഖം നൽകിയതിനും പാപ്പയുടെ സന്ദർശനം വഴിവെച്ചു. ശക്തൻ നഗർ തൃശൂരിന്റെ ഹൃദയമായി മാറിയത് മാർപ്പാപ്പയുടെ സന്ദർശനത്തെ തുടർന്നായിരുന്നു. ശക്തൻ നഗറിൽ പാപ്പായുടെ സന്ദർശനത്തിന്റെ സ്മാരകം ഒളിമങ്ങാത്ത ഓർമ്മകളുടെ തിരിശേഷിപ്പുകളുമായി നിലകൊള്ളുന്നുണ്ട്. വിവായിൽ പാപ്പ എന്ന ആരവങ്ങളോടെ പാപ്പയെ വരവേറ്റ ഒരു ജനതയുടെ മനസ്സിലെ അനശ്വരമായ ഓർമ്മകൾക്ക് മുകളിൽ ഈ വിശുദ്ധ പദവി മുദ്രകുത്തപ്പെടുമ്പോൾ അത് ഒരു ജനതയ്ക്ക് സാഫല്യ മുഹൂർത്തം കൂടിയാണ്. TCV ന്യൂസ്, തൃശൂർ. ആസിഡ് ഒഴിച്ച് യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ തൃശൂർ 2-ാം നമ്പർ അതിവേഗ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചു. മാടക്കത്ര സ്വദേശി കീഴ്പുള്ളി കൊപ്പിളിങ്ങാടൻ ജയനെയാണ് 4 വർഷം കഠിന തടവിനും 15,000 രൂപ പിഴയടയ്ക്കാനും ജഡ്ജി KP സുധീർ ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനു വർഗീസ്, ജോഷി പുതുശ്ശേരി എന്നിവർ കോടതിയിൽ ഹാജരായി. 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച വൈദികൻ സംസ്ഥാനം വിട്ടതായി പോലീസ്. വൈദികനെ പിടികൂടാൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി പള്ളി വികാരി ഫാദർ രാജു കൊക്കനെതിരെയാണ് അന്വേഷണം വ്യാപിപ്പിച്ചത്. വൈദികനെ പിടികൂടുന്നതിനായി രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ നിർദ്ദേശം നൽകി. സംഭവത്തിന് ശേഷം വൈദികൻ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ സഹോദരന്മാരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. വൈദികൻ പഠിച്ച ആലുവ സെമിനാരിയിൽ പോലീസ് സംഘം പരിശോധന നടത്തി. തൃശൂർ ACP ഹരിശങ്കർ, ഒല്ലൂർ CI NK സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത്. തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് ദേവാലയത്തിന്റെ രൂപക്കൂട് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം. രൂപക്കൂട് കല്ലെറിഞ്ഞ് തകർത്ത നിലയിലാണ്. പള്ളി വികാരി ഫാദർ രാജു കൊക്കൻ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്ന വാർത്ത പുറത്തുവന്നതിന് ശേഷമാണ് രൂപക്കൂടിനെതിരെ ആക്രമണം നടന്നത്. പള്ളി അധികൃതർ പോലീസിൽ പരാതി നൽകി. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പള്ളിക്ക് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ തൃശൂർ ജില്ലാ സെഷൻസ് കോടതി തള്ളി. കുട്ടിയുടെ അമ്മാവൻ കൂടിയായ ആശാരിക്കാട് സ്വദേശി പുതുപ്പറമ്പിൽ വീട്ടിൽ സുബിന്റെ ജാമ്യാപേക്ഷയാണ് ജഡ്ജി B സുധീന്ദ്രകുമാർ തള്ളിയത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KB രണേന്ദ്രനാഥ് ഹാജരായി. കേരള കാർഷിക സർവകലാശാല ജീവനക്കാരുടെ കൂട്ടായ്മയായ വല്ലഭത്തിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് തൃശൂരിൽ കുടുംബ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വല്ലഭം കൺവീനർമാരായ KD ജെയിംസ്, ബാബു വർഗീസ്, ഗോപി, സന്തോഷ്, വർഗീസ് ഒല്ലൂക്കാരൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റികളിലായി സേവനം ചെയ്യുന്ന 60ഓളം പേരുടെ കൂട്ടായ്മയാണ് വല്ലഭം. ഇടവേള. വാർത്തയിലേക്ക് വീണ്ടും. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ ദമ്പതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തൃശൂർ സെഷൻസ് കോടതി തള്ളി. തൃശൂർ മലവായി ചോറ്റുപാറ കരാത്രക്കാരൻ ജോയ്, ഭാര്യ വത്സമ്മ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ജഡ്ജി B സുധീന്ദ്രകുമാർ തള്ളിയത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KB രണേന്ദ്രനാഥ് ഹാജരായി. കരുവന്നൂർ മൂർക്കനാട് ശിവക്ഷേത്ര പറമ്പ് അന്യമതസ്ഥരുടെ ആഘോഷങ്ങൾക്ക് വേദിയാക്കാനുള്ള അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഭാരവാഹികളെയും ഉപരോധിച്ചു. ദേവസ്വം പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ, സ്പെഷ്യൽ കമ്മീഷണർ ഹരിദാസ്, ദേവസ്വം അംഗം ബാഹുലയൻ, സെക്രട്ടറി രാജലക്ഷ്മി എന്നിവരെയാണ് ഉപരോധിച്ചത്. ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി K കേശവദാസ്, ഭാരവാഹികളായ പ്രസാദ്, MR ഷൺമുഖൻ, ചന്ദ്രപ്രസാദ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പ്രതിഷേധത്തെ തുടർന്ന് മൂർക്കനാട് ശ്രീ ഭഗവതി ആലുംപറമ്പിലൂടെയുള്ള വഴിയിലൂടെ തിരുനാൾ പ്രദക്ഷിണത്തിന് കൊടുത്ത അനുമതി റദ്ദാക്കിയതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ ദേവസ്വം കമ്മീഷണർ KR ഹരിദാസ് അറിയിച്ചു. തൃശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ബിഷപ്പ് മാർ ജോസഫ് കുണ്ടുകുളം അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫാമിലി അപ്പസ്തോലേറ്റ് ഹാളിൽ ജോൺ 23-ാമൻ, ജോൺ 2-ാമൻ എന്നിവരുടെ സാമൂഹിക പ്രബോധനം എന്ന വിഷയത്തിലാണ് പ്രഭാഷണം നടന്നത്. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ലോറൻസ് തൈക്കാട്ടിൽ, പ്രൊഫസർ KM ഫ്രാൻസിസ്, ഫാദർ ടിങ്കിൾ വാഴപ്പള്ളി എന്നിവർ പങ്കെടുത്തു. മാർ ജോസഫ് കുണ്ടുകുളത്തിന്റെ 16-ാം ചരമ വാർഷിക അനുസ്മരണവും മാർ കുണ്ടുകുളം മെമ്മോറിയൽ ഗ്രേസ് ഹോമിന്റെ ഹോം ഡേ ആഘോഷവും പെരിങ്ങണ്ടൂർ ഗ്രേസ് ഹോമിൽ നടന്നു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ഗ്രേസ് ഹോം ഡയറക്ടർ ജോൺസൺ അന്തിക്കാട്ട്, വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് A ദേവദാസ്, പോപ്പ് പോൾ മേഴ്സി ഹോം ഡയറക്ടർ ജോജോ ആളൂർ, സിസ്റ്റർ റോസിലി പിടിയത്ത്, സിസ്റ്റർ റോസിലി കറുത്തെടുത്ത്, വെർട്ടിനച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു.
MGV ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ഗുരുദേവ പുരസ്കാരം സ്വാമി ഭൂമാനന്ദ തീർത്ഥയ്ക്ക് തൃശൂരിൽ സമ്മാനിച്ചു. പാറമേക്കാവ് അഗ്രശാലയിൽ നടന്ന ചടങ്ങിൽ ജസ്റ്റിസ് PR രാമൻ 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങിയ പുരസ്കാരം നൽകി. സ്വാമി സന്മയാനന്ദ സരസ്വതി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. കളക്ടർ MS ജയ, പ്രൊഫസർ M മാധവൻകുട്ടി, ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്, MG വാസുദേവൻ എന്നിവർ പങ്കെടുത്തു. പൂങ്കുന്നത്ത് കാർ കാനയിലേക്ക് മറിഞ്ഞ് കാർ യാത്രികന് പരിക്കേറ്റു. ഒറ്റപ്പാലം കടമ്പൂർ കമ്പനാട്ട് വിനോദ് കുമാറിനെയാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂർ വെസ്റ്റ്വുഡ് ഹൈടെക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാണിജ്യം. പാർപ്പിട സമുച്ചയ നിർമ്മാണ രംഗത്തെ പ്രമുഖരായ തൃശൂർ ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 35ാമത് സംരംഭമായ മേഘ്ന റെസിഡൻസിയുടെ ഉദ്ഘാടനവും താക്കോൽദാനവും തൃശൂരിൽ നടന്നു. തൃശൂർ ശക്തൻ തമ്പുരാൻ നഗറിന് സമീപമുള്ള മേഘ്ന റെസിഡൻസിയുടെ ഉദ്ഘാടനം മേയർ രാജൻ ചെപ്പല്ലൽ നിർവഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ മുകേഷ് കുളപ്പറമ്പിൽ അധ്യക്ഷനായി. സിനിമാ താരം ഇർഷാദ് മുഖ്യ അതിഥിയായിരുന്നു. തൃശൂർ ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ KA പത്മകുമാർ, പ്രൊഫസർ KC ഫ്രാൻസിസ്, ഡോക്ടർ ആശ P റാവു, ചിത്രകാരൻ മുരളി നാഗപ്പുഴ എന്നിവർ പങ്കെടുത്തു. എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയ മനോഹരങ്ങളായ 35 ഫ്ളാറ്റുകളാണ് മേഘ്ന റെസിഡൻസിയിൽ ഉള്ളത്. മേഘ്ന റെസിഡൻസി കുടുംബാംഗങ്ങൾ, തൃശൂർ ബിൽഡേഴ്സിന്റെ അഭ്യുദയാകാംക്ഷികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കെട്ടിട നിർമ്മാണ രംഗത്തെ പ്രശസ്തരായ അമ്പലത്ത് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ഗുരുവായൂരിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഓർക്കിഡ് എൻക്ലേവ് അപ്പാർട്ട്മെന്റ്സിന്റെ താക്കോൽദാനം നടന്നു. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഏതാനും മീറ്റർ മാത്രമുള്ള കാരക്കാട് ജംഗ്ഷനിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ മനോഹരമായി നിർമ്മിച്ച 14 ഫ്ളാറ്റുകളുടെ താക്കോൽദാനമാണ് നടന്നത്. KV അബ്ദുൽ ഖാദർ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PA മാധവൻ MLA താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. നടി ഊർമിള ഉണ്ണി മുഖ്യ അതിഥിയായിരുന്നു. അമ്പലത്ത് ബിൽഡേഴ്സിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ചികിത്സാ ധനസഹായ വിതരണം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ നിർവഹിച്ചു. അമ്പലത്ത് ബിൽഡേഴ്സിന്റെ ഗുരുവായൂരിലെ പുതിയ സംരംഭങ്ങളായ ബ്ലൂമിംഗ് ഹോംസിലും മേപ്പിൾ ലീവ്സിലും റോയൽ എംപയറിലും വില്ലകളും ഫ്ളാറ്റുകളും സ്വന്തമാക്കുന്നതിനുള്ള ബുക്കിംഗ് ആരംഭിച്ചതായി മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഷീരിയൻ കണ്ടത് ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 2835, വെള്ളി 10 ഗ്രാമിന് 470, തങ്കം ഗ്രാമിന് 3050. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കും. വൈദ്യുതി പോസ്റ്റുകളുടെ വാടക വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ തിരുവാഭരണ കേസ് വീണ്ടും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ സാധ്യത. ഗുരുവായൂരപ്പന്റെ തിരുവാഭരണമെന്ന് കരുതുന്ന ആഭരണം മണിക്കിണറിൽ നിന്ന് കണ്ടെടുത്തതായി ദേവസ്വം അധികൃതർ സർക്കാരിനെ അറിയിച്ചു. പശ്ചിമഘട്ട മലനിരകൾ സംരക്ഷിക്കാതെ മാനവരാശിയുടെ നിലനിൽപ്പ് സാധ്യമല്ലെന്ന് VS സുനിൽകുമാർ MLA. കർഷക സംരക്ഷണത്തിന്റെ പേരിൽ നടന്ന പല സമരങ്ങളും യഥാർത്ഥത്തിൽ കർഷകർക്ക് വേണ്ടി ആയിരുന്നില്ലെന്നും MLA. കൊടന്നൂരിൽ 2 പേർ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതികൾ വലയിലായതായി സൂചന. പാവങ്ങളെ സഹായിക്കാൻ സമൂഹം മുന്നിട്ടിറങ്ങണമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ. ഉപദേശങ്ങൾ പ്രാവർത്തികമാക്കി കാര്യങ്ങൾ നടത്താനാണ് ശ്രമിക്കേണ്ടതെന്നും മന്ത്രി.